ആ കഞ്ഞി പോരട്ടെ. വരൂ വരൂ വരൂ. ആ പാവയ്ക്കക്കറി പോരട്ടെ. ഓക്കെ. ഇതെന്താടോ പകുതി വേവിക്കാത്തത്? പകുതി എന്താണ് പകുതി? നിങ്ങൾ രാവിലെ ഒരു പാവയ്ക്കല് കൊണ്ടുവന്നത് പകുതി വേവിച്ചത് പകുതി വേവിക്കാം കഴിക്കും. അല്ല, ഞാൻ പറഞ്ഞത് ഇങ്ങനെ വേവിക്കാനല്ല. പിന്നെ ഇങ്ങനെ വേവിക്കാനാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ വേവിക്കാനല്ല, പകുതി വേവിക്കാനാണ് പറഞ്ഞത്. അതല്ല മനുഷ്യ, ഇത് പകുതി വേവിച്ചത് പകുതി വേവിക്കാത്തത്. അതെ, ചില രാഷ്ട്രീയക്കാര് പോലെ പറയില്ലേട്ടാ. രാവിലെ ഒന്ന് പറയും, വൈകിട്ടൊന്ന് പറയും, എന്നിട്ട് വളച്ചൊടിച്ചാണ് ഇങ്ങനെ നാവില് മനുഷ്യ. ഞാൻ ഉദ്ദേശിച്ചതേ ഈ പോഷകാംശങ്ങൾ നഷ്ടപ്പെടാതെ പകുതി വേവിക്കണുണ്ടല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഓ, അതങ്ങനെ പറയല്ലേ മനുഷ്യ. തന്നോടല്ലാതെ ഞാനിത് ആരോട് പറയാൻ? അല്ലോടോ, ഞാൻ വിചാരിച്ചതേ പണ്ട് ഡോക്ടർമാരൊക്കെ പറയുമായിരുന്നല്ല, പച്ചക്കറിയുടെ ഗുണങ്ങളൊക്കെ കിട്ടാൻ, ഈ പോഷകാംശങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് പകുതി വേവിച്ച് കഴിച്ചാൽ മതിയെന്ന്. അതാണ് ഞാൻ പകുതി വേവിച്ച് കഴിച്ചാൽ എന്ന് പറഞ്ഞ. അപ്പൊ പണി എളുപ്പത്തിന് വേണ്ടിയിട്ട് പകുതി എടുത്ത് വേവിച്ച് അല്ലേ? അത് സാരമില്ല. അല്ല, ഒന്നോർക്കണെങ്കിലേ പകുതി വേവിച്ച് കഴിക്കാതിരിക്കണം നല്ലത്. കാരണം പണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള പച്ചക്കറി പോലെ അല്ല ഇപ്പോഴത്തെ പച്ചക്കറി. ഇപ്പൊ വിഷം കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന പച്ചക്കറി. അപ്പൊ അതിന്റെ പേരില് 24 മണിക്കൂർ വേവിച്ചാലും കുഴപ്പമില്ല അല്ലേ? ശരിയല്ലേ? അതായത് മണ്ണിലും മീനിലും വെജിലും പലതിലും വിഷമടിക്കുന്നു, അവ പരിശോധനകൾ ഒന്നുമില്ലാതെ നമ്മൾ കഴിക്കുന്നു. മണ്ണിലും മീനിലും വെജിലും പലതിലും വിഷമടിക്കുന്നു, അവ പരിശോധനകൾ ഒന്നുമില്ലാതെ നമ്മൾ കഴിക്കുന്നു. അല്ല, ഇതൊക്കെ ആരോട് പറയാനാണ്? ആരോട് പറഞ്ഞിട്ട് എന്താ കാര്യമല്ലേ? നമ്മൾ അനുഭവിക്കാനാ.